എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഡോക്ടർ അശോക് കുമാർ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു. ഞാൻ 43 കൊല്ലത്തോളമായിട്ട് പ്രാക്ടീസിലാണ്. എൻ്റെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കിട്ടുന്ന യാതൊരു വിധമായ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഞങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങിയത്. ആകപ്പാട് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന്, അത് വളരെ മിതമായിട്ട് മാത്രം പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരിൽ നിന്നാണ് ഞങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് പല പല സെമിനാറുകളിൽ പങ്കെടുത്തിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാം കിട്ടും, നിങ്ങളുടെ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടും. ഒരു ഒട്ടും പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങളുടെ ഒന്നും സാഹചര്യം അതായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഇതിനകത്തോട്ടുള്ള ഒരു ഒറ്റ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള, നിങ്ങളൊക്കെ എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ അല്ലേ? ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ യൂട്യൂബിലൊക്കെ എപ്പോഴും ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി ആദ്യം അറിയിക്കട്ടെ. എന്നെ കേൾക്കാനായിട്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നതിനുള്ള നന്ദി ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങി. ക്ലാസ് അല്ല, എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ തരം കേസസും കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ. ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ല. ഞാൻ ഒരു ചെറിയ രീതിയിൽ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, അത്രമാത്രം. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ആൻസർ പറയുന്നതായിരിക്കും. അല്ലാതെ എനിക്ക് കൂടുതൽ ഇതായിട്ട് പറയാനൊന്നുമില്ല. ഞാനിപ്പം ആദ്യം തൊട്ട് ഒരു കുഞ്ഞു കുട്ടി, ഒരു ഇൻഫൻസിന് തൊട്ട് തുടങ്ങാം. ഒരു ഇക്ടറസ് നിയോനെറ്റോറം ആയിട്ടൊരു കുഞ്ഞ്, അതായത് ജനിച്ച് ഒരു ദിവസം 2 ദിവസം പ്രായം കുട്ടികള് കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം ഡോക്ടറെ പറഞ്ഞു. ഒരു ദിവസം തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അതിൽ കിട്ടുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്നത് മഞ്ഞ എന്നും പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു മഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് അത് കിട്ടത്തില്ല. പണ്ടൊക്കെ സ്ഥിരം കിട്ടുമായിരുന്നു. എങ്കിലും ഇപ്പോഴും ആരെങ്കിലും മഞ്ഞ എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ട ഒരേ ഒരു മെഡിസിൻ നെക്സോമിക്കയാണ്. അത് നെക്സോമിക്ക 0/3. അതിൻ്റെ ഒരു പെല്ലറ്റ് ഒരു ശകലം വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു 3 നേരമായിട്ട് 2 ദിവസം കൊടുത്താൽ തന്നെ ഒരുപാട് ബിൽറൂബിൻ കൂടിയ കേസസിൽ നമുക്ക് അതിനെ കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള കിട്ടിയിട്ടുള്ളത് നെക്സിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി വേറെ മെഡിസിൻസ് ഉണ്ട്. അതിൽ എക്കണൈറ്റ് പറയുന്നുണ്ട്. എക്കണൈറ്റ് അല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞു വാവ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എക്കണൈറ്റ് കൊടുക്കണം എന്നും പലരും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊടുക്കാം, നമുക്ക് ചൈന കൊടുക്കാം, ലൂപ്പുലസ് കൊടുക്കാം, മൈറിക്ക, ഇതെല്ലാം 0/3 ഇതൊക്കെ കൊടുക്കാം. ഇതെല്ലാം മെഡിസിൻസ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് 95% റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എക്കണൈറ്റിലാണ്. പിന്നെ ഇൻഫൻസിന് വരുന്നതാണ് ഇൻഫൻറ്റൈൽ കോളിക്. അതിൽ ലൈക്കോപോഡിയമാണ്. വൈകുന്നേരങ്ങളിൽ കരയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണെങ്കിൽ ലൈക്കോപോഡിയം തേട്ടി കൊടുക്കാം, കമമില്ല കൊടുക്കാം, കൊളോസിന്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ വലേറിയാന ഒരു വളരെ നല്ല മെഡിസിനാണ്. പിന്നെ എനിക്കൊരു കേസ് കിട്ടി. എല്ലാ ദിവസവും രാവിലെ 5 മണി ഡെയിലി കോളിക് at 5 AM. നമ്മുടെ റെപ്പറട്ടറിയിൽ ഒരു മെഡിസിൻ ഉള്ളത് കാലിബ്രോം. അതില് കാലിബ്രോമിൽ നല്ല റിസൾട്ടാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത്. പിന്നെ ബയോളജിക്കൽ ക്ലോക്ക് കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പിള്ളേരെല്ലാം രാത്രി ഉണർന്നിരിക്കുകയും രാവിലെ പകൽ ഉറങ്ങുകയും ചെയ്യുന്ന ആ ഒരു കണ്ടീഷന് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോറിനം വണ്ണമിന്റെ ഒരു ഡോസ് കൊടുത്താൽ മതി. മിക്കവാറും കുട്ടികൾ രാത്രി ഉറങ്ങാത്തവര് അതും ആ ശീലം മാറി രാത്രി ഉറങ്ങുന്നവരായി മാറും.
പിന്നെ അമ്മമാർക്ക് പാല് കുറഞ്ഞാൽ ഒരുപാട് മരുന്നുകൾ നമുക്ക് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല മെഡിസിൻ ഗോസിപ്പിയൻ ടിഞ്ചർ ആണ്. ഒരു പിന്നെ ഒരു 10 ഡ്രോപ്സ് വെച്ച് TDS കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പാല് വരുന്നുണ്ട്. അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് റിസിനസ് കമ്മ്യൂണിസിലാണ് പിന്നെ വേറെ ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ അസോപ്പൈറ്റിഡായി നല്ല മെഡിസിനാണ്. സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് വരുന്ന കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടാണ്. കോൺസ്റ്റിപ്പേഷന് ആഫ്റ്റർ ആയുർവേദിക് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ടല്ലോ. അമ്മമാർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് കുറുഞ്ഞിക്കുഴമ്പ് അങ്ങനത്തെ ഒക്കെ കഴിച്ചേച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് സൾഫർ ഒരു ഡോസ് കൊടുത്തിട്ട് കാൽക്കേറിയ കാർബ് 30 TDS കൊടുക്കാം. അപ്പം നല്ല വ്യത്യാസം വരും. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്ന അക്കിക്കരപ്പൻ ആനക്കരപ്പൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ആ കണ്ടീഷനിൽ ഇമ്പറ്റിഗോ കണ്ടേജിയോസ എന്ന് പറയുന്ന സാധനത്തില് ഏറ്റവും നല്ല മരുന്ന് വയോള ട്രൈക്കോള. അത് നല്ല ആക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഇൻഫന്റൈൽ എക്സിമ, ഈ വയോള ട്രൈക്കോളറിന്റെ കൂട്ടത്തില് പിന്നെ ഓസിമം സാനിറ്റൈൻ ടിഞ്ചർ 2 തുള്ളി വെച്ച് 2 നേരം അതും കൂടെ കൊടുക്കാം. അങ്ങനെയും അതുമുണ്ട്. പിന്നെ അടുത്തത് ഇൻഫന്റൈൽ എക്സിമ, അതിന് എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന കേസാണ്. നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ വളരെ പ്രയാസമുള്ള ഒരു കേസുമാണ്. അതില് നമുക്ക് ഏറ്റവും പറ്റിയ മരുന്ന് ആഴ്സാൽബ് സൂറോബാർ-3 ആണ്. അതിന്റെ കൂട്ടത്തിൽ ഓസിമം പ്ലസ് ഹൈഡ്രോകോട്ടൈലിന്റെ ടിഞ്ചർ പിന്നെ നമ്മുടെ ആർണിക്ക ഓയിലിൽ കൊടുത്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാല് നമുക്ക് പിന്നെ തൈറോയിഡിനും വണ്ണം ഒരു ഡോസ് കൊടുത്താൽ ആ ഡ്രൈ സ്കിന്നുകളുടെ കംപ്ലൈൻസിന് ഒരുപാട് ആശ്വാസം വരും. പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗമാണ് നമ്മുടെ മിക്കവാറും വരുമ്പോ ഹിമാൻജിയോമ. ഹിമാൻജിയോമയ്ക്ക് നമുക്ക് നല്ല മെഡിസിൻസ് ഉണ്ട്. അതിൽ നമ്പർ 1 ആണ് കാൽക്കേറിയ ഫ്ലോർ 30. കാൽക്കേറിയ കാർബ്, സൈലീഷ്യ, സയോസിനാമിനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആക്ഷൻ കിട്ടിയിട്ടുള്ള മരുന്നെന്ന് പറയുന്നത് പിന്നെ കാൽക്കേറിയ ഫ്ലോർ ആണ്. കാൽക്കേറിയ ഫ്ലോർ പൊട്ടൻസി കൊടുക്കുമ്പോൾ ഹിമാൻജിയോമ വളരെ പെട്ടെന്ന് പറ്റിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടേത് ഡയപ്പർ റാഷ്. എല്ലാ പിള്ളേരും ഇപ്പം പകലും ഡയപ്പർ കെട്ടിക്കൊണ്ട് ഡയപ്പർ റാഷ് വരും. ഡയപ്പർ റാഷിന്റെ മെഡിസിൻ സൾഫർ ഹൈഡ്രേറ്റ് സീറോബാർ-3 അത് കൊടുത്തിരുന്നാൽ മതി, നല്ല ആക്ഷനാണ്. പിന്നെ റെഡ്നെസ് ഓഫ് എയ്നസ്, ചില പിള്ളേരിങ്ങനെ മോഷൻ പോയി റെഡ്നെസ് ഓഫ് എയ്നസ് നമ്മളെല്ലാവരും സൾഫറിൽ നിൽക്കും. അതിനേക്കാളും നല്ല ഒരു മെഡിസിനാണ് മെഡോർണം. അത് ഒരൊറ്റ ഡോസ് കൊടുത്തിരുന്നാൽ മതി. പിന്നെ കൂടുതൽ ഇയർ വാക്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളുടെ കോസ്റ്റിക്കം 30 അത് നല്ല മെഡിസിൻ. പിന്നെ ഇയർ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ബെൽഡോണ, മെർസോൾ, അതൊക്കെ അറിയാമല്ലോ. അതൊക്കെ നമ്മൾ സിംറ്റം അനുസരിച്ച് സിംറ്റമാറ്റിക് ആയിട്ടുള്ള കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞു വാവുകൾക്ക് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങള്. പിന്നെ നമുക്ക് ഡയറിയ, വോമിറ്റിംഗ്, ഇതെല്ലാം അക്യൂട്ട് കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ്. ഡയറിയ വോമിറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഡയറിയ വിത്തൗട്ട് വീക്ക്നെസ് ആണെങ്കിൽ അത് നമ്മൾ എപ്പോഴും നോക്കണം. ആസിഡ് പോസ് വിത്ത് വീക്ക്നെസ്, എല്ലാ കംപ്ലൈൻസും വിത്ത് വീക്ക്നെസ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണമുണ്ടോ ഡയറിയക്ക് എന്ന് ചോദിച്ചാൽ ഡയറിയക്ക് ക്ഷീണമില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന മരുന്ന് ആസിഡ് പോസ് ആണ്. അത് നമ്മൾ എപ്പോഴും ഓർമ്മയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വോമിറ്റിങ്ങും ഡയറിയയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് നല്ല മെഡിസിൻ, നല്ല ആക്ഷൻ ഉണ്ടാവും. ആഴ്സാൽബം കിട്ടും. പിന്നെ ഇലക്ടേറിയ എന്ന് പറയുന്ന മരുന്ന് വളരെ നല്ലതാണ്. ബാക്കിയുള്ള ഡയറിയ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അത് സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ കൊടുക്കണം. പിന്നെ അതുപോലെ ഇനി ഞാൻ കേസസ് പറഞ്ഞോട്ടെ. എനിക്ക് അതില് അതായത് ടിപ്സിന്റെ കാര്യം പറയാം. നമുക്കിപ്പം ഈ റെയർ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷനിൽ പറയാം. മയോപ്പിയ നമുക്ക് എപ്പോഴും ചോദിച്ചല്ലോ, എപ്പോഴും പിള്ളേർ കണ്ണാടി മെച്ചപ്പെട്ട കുട്ടികൾ ഭയങ്കരമായിട്ട്
പിന്നെ പിന്നെ കൂടുതലായിട്ട് ഇതും കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണാടി വേണം, അവർക്ക് ഇപ്പോഴത്തെ മൊബൈൽ യൂസും കാര്യങ്ങളും ഒക്കെ എല്ലാം വെച്ച് വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മയോപ്പിയാണ്. അപ്പം മയോപ്പിയ വരുമ്പം നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു കോള് വന്നതാണ്. ഹലോ, പറഞ്ഞോ മാഡം, കേൾക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് കട്ടായി. സാരമില്ല, കുഴപ്പമില്ല. പിന്നെ മയോപ്പിയയ്ക്ക് നമുക്ക് നമ്പർ 1 മെഡിസിൻ ആണ് ലില്ലിയൻ ടിഗ്. മിക്കവാറും ഇതിനകത്ത് പറയുന്നത് ട്യൂബർക്കുലിനെ നമ്മളത് ട്യൂബർക്കുലർ ആണല്ലോ മയാസ്, അപ്പൊ ട്യൂബർക്കുലിനെ 1 ഡോസ് കൊടുത്തിട്ട് ലില്ലിയൻ ടിഗ് കൊടുക്കാം. അസ്റ്റിഗ്മാറ്റിസം കൂടെ വരുമ്പോൾ മിക്കവാറും എല്ലാ പിള്ളേർക്കും വെറും മയോപ്പിയ മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ അസ്റ്റിഗ്മാറ്റിസവും കാണും. മയോപ്പിയയും പിന്നെ അസ്റ്റിഗ്മാറ്റിസവും കൂടി വരുന്നത് ട്യൂബർക്കുലിനും കൊടുത്തിട്ട് നമുക്ക് ലില്ലിയൻ ടിഗ് വളരെ നല്ല ആക്ഷൻ കിട്ടും. അതുപോലെ തന്നെ സ്പൈസോസ്റ്റിഗ്മ, സീലിയറി മസിൽസിന് ഇറിറ്റബിലിറ്റിയും സ്പാസംസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ ലില്ലിയൻ ടിഗും ഫൈസോസ്റ്റിഗ്മയാണ്. അതുപോലെ നമ്മുടെ ഇതില് ഗ്ലൂക്കോമയ്ക്ക് നമുക്ക് പറ്റിയ മരുന്നെന്ന് പറയുന്നത്, എനിക്ക് ആക്ഷൻ ഒരുപാട് മരുന്നുകളുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഇതായിട്ട് കിട്ടുന്ന IOP കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് കൊടുത്തു കഴിഞ്ഞാൽ അച്ചട്ടായിട്ട്, അതും 0/3 ആണ് ഏറ്റവും നല്ലത്. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ IOP കുറഞ്ഞിരിക്കും. അത് എനിക്ക് എൻ്റെ 100-ൽ ഏതാണ്ട് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് IOPക്ക് ഇത് കൊടുക്കുക എന്നുള്ളത്. അത് തന്നെ. പിന്നെ നമുക്ക് ഒബേസിറ്റി, ഇപ്പം കിട്ടുന്ന കേസസിൽ ഒരുപാട് ഒബേസിറ്റിക്ക് മെഡിസിൻ ചോദിച്ചുകൊണ്ട് വരുമല്ലോ. പിന്നെ അതിൽ എനിക്ക് ആക്ഷൻ കിട്ടിയിട്ടുള്ള മെഡിസിൻ ഞാൻ ഓരോ കണ്ടീഷന്റെ കൂട്ടത്തിൽ ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പിന്നെ കമീലിയ സിമെൻസസ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ടിഞ്ചർ ഉണ്ട്, അത് നല്ലതാണ്. അത് ഒബേസിറ്റി വിത്ത് ഹൈപ്പർ ടെൻഷൻ, BP ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷനും കൂടെ ഉള്ള പേഷ്യന്റ് നല്ല വണ്ണമുണ്ട്, അവരുടെ വണ്ണം കുറയ്ക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ കൂട്ടത്തിൽ ഈ മെഡിസിനും കൂടെ കമീലിയ സിമെൻസിസ്. പിന്നെ മറ്റേ നമ്മുടെ നിഗല്ല സറ്റൈവ, അതും ഇതെല്ലാം പുതിയ ടീഞ്ചറുകളാണ്. അപ്പം കിട്ടുന്നുണ്ട്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിന് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പുതിയ കിട്ടുമ്പം വാങ്ങിച്ച് ഞാൻ പരീക്ഷിക്കുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. ഈ നിഗല്ല സറ്റൈവ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്ലാക്ക് കുമിൻ, പിന്നെ കരിഞ്ജീരകം എന്ന് പറയുന്ന സാധനം, അതിന്റെ ടീച്ചറാണ് അത്. ഈ കോവിഡ് സമയത്തൊക്കെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് പ്രിവെന്റീവിനായിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണല്ലോ ഈ കരിഞ്ജീരകം. അപ്പൊ അത് ഒബേസിറ്റിക്ക് നല്ലതാണ്. ഒബേസിറ്റി വിത്ത് മറ്റേ ലിപ്പോമയൊക്കെ വരുന്ന കാര്യത്തില്. അപ്പം ഗ്യാസ്ട്രിക് കംപ്ലൈൻസ്, നെഞ്ചരിച്ചില്, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിന് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ വണ്ണം കുറയാനും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെഡിസിൻ കൊടുക്കാം. നമ്മൾ സാധാരണയായിട്ടെല്ലാം യൂസ് ചെയ്യുന്ന ഒരു മരുന്ന് ഫൈറ്റുലക്കാബറി, അത് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നതാണല്ലോ. അതാണ്, അതും ഒരു നല്ല മെഡിസിനാണ്. പിന്നെ മെയിനായിട്ടുള്ള റെമഡീസ് ഓരോന്നും നമുക്ക് പറയാനാണ്. അനാക്കാർഡിയ ഉണ്ട്, കാപ്സിക്കം ഉണ്ട്, കാൽക്കേറിയ, വാപ്പൈറ്റിസ്, വെറമെറ്റ്, നേട്രമൂർ, ഫൈറ്റുലക്ക, ഇതെല്ലാം പിന്നെ ഒബേസിറ്റിയുടെ മെഡിസിൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഓരോന്നിൻ്റെയും മെയിനായിട്ടുള്ള സിംറ്റംസ് ഞാൻ പറയാം. ആപ്പിറ്റൈറ്റ് ഡിക്രീസ്ഡ് ആണ്. പറയുമ്പോൾ
ഫുഡൊക്കെ വളരെ കുറച്ചേ ഞാൻ കഴിക്കൂ, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കുന്നു എന്ന് പറയുന്നവർക്ക് കൊടുക്കാവുന്ന മരുന്നാണ് ജിങ്കോ ബൈലോബ. അത് അത് അതെനിക്ക് ആക്ഷൻ കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗോയിറ്റർ വിത്ത് ഒബേസിറ്റി ആണെങ്കിൽ ഫ്യൂക്കസ്, ഇൻഡൈജഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ അലിയം സെറ്റൈവ. ആസ്മ പേഷ്യന്റ് വണ്ണമുള്ള പേഷ്യൻസ് ആണ് ഇതായിട്ട് വരുന്നവർക്കാണെങ്കിൽ ബ്ലാറ്റ ടിഞ്ചറൂടെ കൊടുക്കാം. ബ്ലാറ്റ നമുക്ക് ശ്വാസം മുട്ടലിന് കൊടുക്കുന്ന മരുന്നാണെങ്കിലും ഈ കൂടുതലും വണ്ണമുള്ള പ്രകൃതക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ കൂടുതൽ വണ്ണമുള്ള പ്രകൃതക്കാർക്ക് സ്ഥിരം വീസിങ്ങും പറയുന്നുണ്ടെങ്കിൽ ബ്ലാറ്റയോടൊപ്പം അമോണിയം കാർബും നല്ലതാണ്. പിന്നെ വീക്ക്നെസ് ഓഫ് ഹാർട്ട് അക്കമ്പനീഡ് ബൈ ഒബേസിറ്റിക്ക് ആണെങ്കിൽ ഇപ്പിക്കാക്കും ബെർബറിസ് വൾഗാരിസും. വീക്ക്നെസ് ഓഫ് ഹാർട്ട് അക്കമ്പനീഡ് ബൈ വരുന്നതിനകത്ത് സോറി ഞാൻ പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്. വീക്ക്നെസ് ഓഫ് ഹാർട്ട് ആയിട്ട് വരികയാണെങ്കിൽ അത് അമോണിയം കാർബും, വീക്ക്നെസ് അക്കമ്പനീഡ് ബൈ ഒബേസിറ്റി. വണ്ണമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര വീക്ക്നെസ് ആയിട്ട് തോന്നുന്നതാണെങ്കിൽ അത് പിന്നെ അതാണ് ഇപ്പിക്കാക്കും ബെർബറിസ് വൾഗാരിസും. നമ്മുടെ ചിൽഡ്രനിൽ വരുന്നത് ഒബേസിറ്റി ഇൻ ചിൽഡ്രൻ, അതിൽ കാൽക്കറി കാർബ്. ഒബേസിറ്റി ഡ്യൂറിങ് മെനപ്പോസിലാണെങ്കിൽ ഗ്രാഫൈറ്റിസ്, കാൽക്കറി കാർബ്, സെപ്പിയ. ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി ഞാനൊരു കേസ് പറയാം. നിങ്ങളെ നാനോനിയെ കേട്ടവർ ഒരുപാട് പേരുണ്ടോ അതിനകത്ത്? എന്തോ എന്റെ കേസസില് ഏറ്റവും ഞാനിപ്പോ കേസുകൾ ഓരോന്നോരോന്ന് പറയുന്നതെല്ലാം ഒറ്റ സിംറ്റം വെച്ചിട്ട് ഓരോ റെമഡിയിലും ചെന്നെത്തുന്നതും അതെങ്ങനെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരു മിനിയസ് ഡിസീസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു. അപ്പൊ അതിനകത്ത് പിന്നെ ആ പേഷ്യന്റിന് ഈ മിനിയസ് ഡിസീസ് ഉള്ളപ്പോ കൂടെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓറൽ വെർട്ടിഗോയും കൂടെ ഉണ്ടായിരുന്നു. പല മരുന്നുകൾ കൊടുത്തിട്ടും മാറിയില്ല. അവസാനം ഞാൻ നോക്കി കണ്ടുപിടിച്ച് കൊടുത്ത ചിന്നിനം സൾഫ്. ചിന്നിനം സൾഫില് പിന്നെ അവർക്ക് പിന്നെ ഈ മിനിയസ് ഡിസീസിനോടൊപ്പം തന്നെ അവരുടെ വെർട്ടിബ്രയില് പുറത്ത് കിടന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയാണ്, പുറം വേദന എന്ന് പറയുന്നത്. സ്പോണ്ടിലോസിസ് നോക്കിയപ്പോൾ അതല്ല, സ്പോണ്ടിലൈറ്റിസിന്റെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നില്ല, കഴുത്തിനൊന്നും ഒന്നുമില്ല. പക്ഷെ അവരുടെ ആ വെർട്ടിബ്രയില് പിന്നെ ഇതിനകത്ത് ഈ പിന്നെ ലാസ്റ്റ് സെർവൈക്കൽ റീജിയൻ ടു ടോട്ടൽ ഡോർസൽ വെർട്ടിബ്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. അവരെപ്പോഴും പറയാം അത്രയും ഭാഗത്താണ് എനിക്ക് പെയിനും പ്രശ്നങ്ങളും ഉണ്ട്, വേറെ ഇങ്ങോട്ട് കഴുത്തിലില്ല, താഴോട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഒരു സിംറ്റം പറഞ്ഞത് ആർട്ടിക് ഏരിയ. ഇത് പെയിനും ഇതിന്റെ കൂട്ടത്തിൽ ആർട്ടിക് ഏരിയയും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഒരുപാട് തപ്പിയപ്പോൾ കിട്ടിയത് പിന്നെ ചിന്നിനം സൾഫാണ്. ആ ചിന്നിനം സൾഫ് ഞാൻ 200 ആദ്യം 3 ഡോസ് വെച്ച് BD കൊടുത്തു. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ അവർ വന്ന് പറഞ്ഞ ചെറിയ വ്യത്യാസമുണ്ട് ഡോക്ടർ, എല്ലാ സിംറ്റത്തിനും ചെറിയ വ്യത്യാസം ഉണ്ടെന്ന്. സെക്കൻഡ് വീക്കിൽ ഒരു മെഡിസിനും കൊടുത്തില്ല, PL കൊടുത്തു വിട്ടു. തേർഡ് വീക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ അത് അതുപോലെ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ 200 തന്നെ റിപ്പീറ്റ് ചെയ്തു. അടുത്ത ആഴ്ച വന്നപ്പോൾ പറഞ്ഞു കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 1M കൊടുത്തു, 2 ഡോസ് 1M കൊടുത്തു. ആ 1M കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അതിൽ നിന്ന് നല്ല വ്യത്യാസം വന്നു. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലായിടത്തും നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയത് തെറമെറ്റായിരുന്നു. അപ്പൊ തെറമെറ്റില് ഞാനത് പിന്നെ ഇതായി അവരുടെ ഇനി ഒരു ബ്ലാഡർ CA കേസ് പറയാം. ഒരു 88 years ഓൾഡ് മെയിൽ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ആ പേഷ്യന്റിനെ ബ്ലാഡർലെസ് CA ആണ് പേഷ്യന്റ്. തീരെ വയ്യ, അവർക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പോകാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാനത്
ആ പേഷ്യന്റിനെ ഒന്ന് കണ്ടപ്പോൾ അവർ ഭയങ്കര വീക്ക്നെസ്, ഭയങ്കര പിന്നെ അനീമിയ എല്ലാം ഉണ്ട് കേട്ടോ. ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് നല്ലോണം ഉണ്ട്. ഞാൻ അന്ന് അത് പിന്നെ കേസ് റെപ്രട്ടൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മരുന്ന് അനിലിനമാണ്. അപ്പൊ അത് ഞാൻ കൊടുത്തു. അനിലിനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വ്യത്യാസം കിട്ടി. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നു. പക്ഷെ പേഷ്യന്റ് നല്ല വ്യത്യാസമായിട്ട് ആ പേഷ്യന്റ് 92ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പക്ഷെ എങ്കിലും പിന്നെ അതിൻ്റെതായിട്ടുള്ള യാതൊരു കംപ്ലൈൻസും തോന്നിയില്ല. അങ്ങനെ ഒരു നല്ല ഒരു കേസ്. ആ ഒരു അനിലിനം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ എങ്കിലും എനിക്ക് ഞാനത് റെപ്രട്ടൈസ് ചെയ്തപ്പോൾ കിട്ടിയ മെഡിസിനാണ്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു കേസിൽ എനിക്ക് നല്ല വ്യത്യാസം കൊടുക്കാൻ പറ്റി എൻ്റെ അടുത്ത്. പിന്നെ ഒരു കേസ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഏറ്റവും കൂടുതൽ മനസ്സംതൃപ്തിയും ഭയങ്കര ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു കേസ് ഞാൻ ഐസ്പേസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആദ്യം. പക്ഷെ എന്നാലും ഞാനതിപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഷെയർ ചെയ്യാം. പിന്നെ ഞാന് അത് ഇന്നിപ്പം 25 കൊല്ലം മുമ്പുള്ള ഒരു കേസ്, 2000-ലെ ഒരു കേസാണ്. അപ്പം ആ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എൻ്റെ ഒരു കസിൻ ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചു. അവര് വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി എൻ്റെ പിന്നെ ഓഫീസിലൊരു പയ്യന്റെ ഭാര്യയ്ക്ക് സ്ഥിരമായിട്ട് പിന്നെ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് അവർക്ക് ഈ കുഞ്ഞിന്റെ തല വളരുന്ന രോഗം ഉണ്ട്. അത് ഇതിപ്പോ 4ാമത്തതാ. ബാക്കി 3 എണ്ണത്തിനെ അവര് ടെർമിനേറ്റ് ചെയ്തു. 4ാമത്തെ കുഞ്ഞാ. ഇപ്പൊ അവർക്ക് 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം തുടർച്ച ഇപ്പൊ പോയി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും അതേപോലെ തന്നെ ആ കുട്ടിക്ക് വീണ്ടും അതുപോലെ വന്നിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിളിച്ചത്. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ, മെഡിസിനൊക്കെ എങ്ങനെ, ഇപ്പോഴാണെങ്കിൽ നമുക്ക് മെഡിസിനൊക്കെ അയച്ചു കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷെ അന്ന് അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ, അങ്ങനത്തെ ഉള്ള കാര്യമില്ല. അപ്പൊ ഞാൻ മരുന്ന് എങ്ങനെയാ അതിന്റെ കാര്യത്തിലെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മരുന്ന് ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് വരുത്തിക്കോളാം. ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു ജർമ്മൻ ആളുണ്ട്, അയാളെ കൊണ്ട് ഞാൻ വരുത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പേഷ്യന്റ് എൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവര് സ്കാൻ റിസൾട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അന്ന് ഇതുപോലെ ഓൺലൈനിലൊന്നും അയക്കാൻ ഒക്കത്തില്ല, എങ്കിലും അവർ വായിച്ച് കേൾപ്പിച്ചു തന്നതേ ഉള്ളൂ. അതൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ എൻ്റെ മാഡം ഉണ്ട്, ഡോക്ടർ പ്രസന്ന സദാപൻ, മരിച്ചുപോയി, നിങ്ങൾക്കാർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ പുള്ളിക്കാരത്തിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, എന്തൊക്കെയാണ് ഹൈഡ്രോസെഫാലസിന്റെ മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചു. ഞാന് ഒരു മരുന്ന് മാത്രം പറഞ്ഞു, കാൽക്കേറിയ ഫ്ലോർ. ഞാൻ പറഞ്ഞു അത് അല്ലാതെ വേറെ പല മരുന്നുകളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതേ അറിയുള്ളൂ മാഡം. അത് ഒരു കാര്യം ചെയ്യും, തൂജയും കൂടെ ഈ 2 മരുന്ന് എഴുതി കൊടുക്കും. 2 മരുന്ന് പിന്നെ അത് തൂജ വണ്ണം വീക്കിലി വൺസ് കൊടുക്കാനും കാൽക്കേറിയ ഫ്ലോർ 200 വീക്കിലി ട്വൈസ് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ അങ്ങനെ അവർക്ക് എഴുതി കൊടുത്തു. അടുത്ത 2 ദിവസത്തിനകം തന്നെ അവർക്ക് മരുന്ന് കിട്ടി. അത് കൊടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത മാസം 5ാമത്തെ മാസം അവർ പോയി സ്കാൻ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ സ്റ്റാറ്റസ് കോയിൽ നിൽക്കുന്നു, പിന്നെ വളർന്നിട്ടില്ല. അപ്പൊ അത് ഒരു നല്ല റിസൾട്ടായിട്ട് തോന്നി. ഒരു 6ാം മാസം ഓരോ മാസവും പോയി ചെന്ന് അവര് നോക്കുക. അപ്പൊ 5ാം മാസം ആയപ്പോഴത്തേക്ക് അവര് ഒരു ഹോപ്പായല്ലോ. അങ്ങനെ 6ാം മാസത്തിൽ നോക്കിയപ്പോ അത് കുഴപ്പമില്ല, പിന്നെ 6ാം മാസത്തിന്റെ വളർച്ചയേ ഉള്ളൂ തലയ്ക്ക്. അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നിർത്തിയില്ല. ഏതാണ്ട് 8 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസം നോക്കുമ്പോഴും കുഴപ്പമില്ല, നോർമലാണ്, ഹെൽത്തി ബേബി ആണെന്നൊക്കെ കേട്ടു. അപ്പൊ അതോടുകൂടി അവര് പിന്നെ മെഡിസിൻ നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിൻ നിർത്തി 10ാം മാസം അവര് നന്നായിട്ട് നോർമൽ ഡെലിവറി നടത്തി. കുട്ടിക്ക് ഇപ്പൊ കല്യാണമായി. ഈ കഴിഞ്ഞ നവംബറിലെ കുട്ടിയുടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഒരു മോനും കൂടെ ഉണ്ടായി. അത് ആ കുട്ടിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ മാസവും അവർ സ്കാൻ ചെയ്ത് തന്നെ നോക്കിയപ്പം നമ്മുടെ മരുന്ന് കൊണ്ട്
അമ്മയ്ക്ക് കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിന് ആരോഗ്യം കിട്ടി. അതുപോലെ തന്നെ അവരുടെ ആ ജനറ്റിക് സംഭവം മാറ്റിയെടുക്കാൻ പോലും നമ്മളുടെ മരുന്നിന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എനിക്ക് ഈ കേസിൽ നിന്ന് എടുക്കാൻ പറ്റി. അതൊരു വളരെ ഇതായിട്ടുള്ള ഒരു കേസായിരുന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കേസുമാണ്. പോരാഞ്ഞിട്ട് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ഡോക്ടറായിരുന്നു. ദുബൈയിലാണ് ഈ സംഭവം. പക്ഷെ അവരെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷ് ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹോമിയോപ്പതിക് മെഡിസിൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർക്ക് അത് വളരെ ഒരു അതിശയമായിട്ട് പുള്ളിക്കാരൻ എൻ്റെ കസിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ നമ്പരും ഒക്കെ വാങ്ങിച്ചു, എൻ്റെ അഡ്രസ്സും വാങ്ങിച്ച് അവരുടെ ജേണലിൽ പബ്ലിഷ് ചെയ്തു ഇങ്ങനെ കേസസ് ഉണ്ട് എന്നുള്ള. കേസസ് ട്രീറ്റ് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അവര് ജേണൽ പബ്ലിഷ് ചെയ്തു. അതൊക്കെ അതിന്റെ കോപ്പിയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ഈ IMA-കാർക്കൊക്കെയാണ് നമ്മളെ പുച്ഛവും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അവര് അത് വളരെ ഇതായിട്ട് പോപ്പുലറൈസ് ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ ഒരു അറബി കോണ്ടാക്ട് ചെയ്തു. പക്ഷെ പുള്ളിക്കാരൻ്റെ വൈഫിൽ ഇതേ പ്രശ്നമായിരുന്നു. പക്ഷെ അത് 8 മാസമൊക്കെ ആയപ്പോഴാണ് എനിക്ക് പിന്നെ 8 മാസമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി കൊണ്ട് ഇതും നേടാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു ഉറപ്പ് നമുക്ക് കിട്ടി. ഇപ്പം അത് ഭയങ്കര ഒരു കേസായിരുന്നു നമുക്ക്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടെ പറയട്ടെ. എനിക്ക് അതിന് കിട്ടിയ പിന്നെ ഇതെന്താണെന്നറിയാമോ? നല്ല ഒരു 5 പവന്റെ ഒരു മാല എനിക്ക് അവർ സമ്മാനമായിട്ട് കൊണ്ട് തന്നതാ. ഈ പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരല്ല, പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ളതാ. അവരാണ് ഈ കല്യാണം, പിന്നെ കല്യാണത്തിന്റെ ലെറ്റർ വരെ എനിക്ക് അയച്ചത് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാന് വളരെയധികം നേട്ടമുള്ള ഒരു കേസാണ്. നിങ്ങൾക്കൊക്കെ അതൊരു പ്രചോദനമായിട്ടല്ല, ഒരുപാട് കൈകൊട്ട് എനിക്ക് കിട്ടി. നിങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ നമ്മളെ കൊണ്ട് നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ഹോമിയോപ്പതി കൊണ്ട്, കുഞ്ഞല്ല വലിയ സാഗരമാണ് നമ്മുടെ ഹോമിയോ എന്ന് പറയുന്ന സിസ്റ്റം. പക്ഷെ അതിനകത്ത് മുങ്ങി തപ്പി ഒരുപാട് മുത്തുകൾ കണ്ടെത്തണം. നിങ്ങളൊക്കെ വിചാരിച്ചാൽ അതൊക്കെ നടക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതിന്. ഞങ്ങളുടെ ഒന്നും കാലത്തുള്ളതുപോലെ അല്ല. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഹോമിയോപ്പതി ഭദ്രമാകണം. ഞങ്ങളൊക്കെ ഇത്രയൊക്കെ പാടുപെട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നിലനിർത്തേണ്ടത് നിങ്ങൾ കൊച്ചു പിള്ളേരാണ്. അത് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം, വിട്ടുകളയരുത്. അത് മാത്രമാണ് എനിക്കുള്ള നിങ്ങളോടുള്ള ഒരു ഉപദേശം. പിന്നെ അതുപോലെ ഇനി അടുത്ത ഒരു കേസ് പറയാം. അതും വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു കേസാണ്. ആ കേസിൽ എനിക്ക് ആ പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പേഷ്യന്റ് പേഷ്യന്റിനെ കണ്ടിട്ടില്ല. അതേപോലെ ഒരു പേഷ്യന്റ്, എൻ്റെ ഇവിടുത്തെ ഒരു പേഷ്യന്റിന്റെ ഹസ്ബൻഡ്, അയാൾ ലിബിയയിലാണ്. ലിബിയയിൽ വെച്ച് എന്തോ ഒരു റോഡ് ആക്സിഡന്റില് അയാളുടെ നട്ടല് മുഴുവൻ തളർന്ന ഒരു പിന്നെ ബെഡ് റിഡൻ പേഷ്യന്റ് ആണ്. അപ്പം ആ ബെഡ് റിഡൻ ആയിട്ടിരിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് അവര് വൈഫിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആ പേഷ്യന്റിനെ ഒത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റുന്നില്ല. ഒരു ദിവസം അവരിങ്ങനെ വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പൊ ഞാൻ വെറുതെയെങ്കിലും പറഞ്ഞു, ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കായിരുന്നു, എന്തെങ്കിലും മരുന്ന് കൊടുത്ത് നോക്കായിരുന്നു, നമുക്ക് മരുന്നുകളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കൊടുത്ത് നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടുകൊണ്ട് അവര് ഒന്ന് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഡോക്ടറെ അവിടെ അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഒരു പിന്നെ സിസ്റ്റർ, നേഴ്സ് വന്നിട്ടുണ്ട്. അവര് പിന്നെ അടുത്ത ആഴ്ച പോകും, എന്നോട് എന്തെങ്കിലും കൊണ്ടുപോകണോന്ന് ചോദിച്ച്. അവർ കോട്ടയത്തുള്ളവരാ. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്താൽ മതി,
അവര് കണക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു എന്നോട് ഓടി വന്ന് പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പേഷ്യന്റിനെ അവര് വിടാത്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗവൺമെന്റിന്റെ എന്റെ കയ്യിൽ നിന്ന് എന്തോ ഇൻഷുറൻസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ പേഷ്യന്റിനെ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ആക്സിഡന്റിന്റെ ക്ലെയിം കിട്ടാനോ അങ്ങനെയൊക്കെയാ. അപ്പൊ എന്തായാലും ഞാൻ അപ്പോഴ് ഈ ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആലോചിച്ചത്, അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് മരുന്ന് കൊടുക്കണം എന്നൊക്കെ ഒരു പിടിയില്ല. എങ്കിലും പെട്ടെന്ന് ഞാൻ ഓർത്തേന് എന്റെ ഇടയ്ക്ക് ഒരു ടിപ്പ് എവിടെയോ അല്ല, നമ്മുടെ ഒരു ഡോക്ടറുടെ ഒരു സെമിനാറിൽ ഞാൻ കേട്ടതാ ഇങ്ങനെയൊക്കെ ബെറ്റർ നട്ടലിന് ക്ഷതം പറ്റിയാല് നമ്മുടെ ഹൈപ്പറിക്കാൻ കൊടുക്കാം എന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ പൊട്ടൻസി പുള്ളിക്കാരൻ പറഞ്ഞു CM ഇത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇത് നമ്മുടെ ഹൈപ്പറിക്കാൻ CM 2 ഡോസ് അല്ല, ഒരു 10 ml വാങ്ങിച്ച് അവരുടെ കയ്യിലും കൊടുത്തു വിട്ടു. ഒരു ബോട്ടില് ഞാൻ പറഞ്ഞു 2 തുള്ളി വീതം ഡെയിലി ഓരോ ഡോസ് കൊടുക്കാൻ പറഞ്ഞു വിട്ടു. അത് ഒരാഴ്ച കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ട, ഒരാഴ്ച കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ നമുക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ട് കേസില് അവരെ ഞാൻ എന്നിട്ട് ആ സിസ്റ്ററിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. കൂടുതലാവരുത്, ഓരോ ഡ്രോപ്പേ ആകാവുള്ളൂ, ഒന്ന് സൂക്ഷിച്ചോണേ, സിസ്റ്റർ തന്നെ കൊടുക്കണേന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. അപ്പൊ അവര് കൊണ്ടുപോയി കൊടുത്തതിന്റെ 3-ാമത്തെ ദിവസം പേഷ്യന്റ്, 3 ദിവസമേ കൊടുത്തിട്ടുള്ളൂ, 3-ാമത്തെ ദിവസം ആ പേഷ്യന്റ് എപ്പോഴും മലർന്ന് കിടക്കുക അല്ലാതെ, ഈ ഹോസ്പിറ്റൽ കട്ടിലാകുമ്പോ അതിങ്ങനെ പൊക്കി വെച്ച് അവർ ആഹാരം കൊടുക്കുന്നൊക്കെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഒരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു പേഷ്യന്റ് അങ്ങനെ കിടപ്പായിരുന്നു, കംപ്ലീറ്റ് ബെറ്റഡ്. പക്ഷെ അവര് 3-ാമത്തെ ദിവസം പേഷ്യന്റ് തന്നെത്താൻ തിരിഞ്ഞു, കട്ടിലേൽ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് അറിയാതെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാളും ഉണർന്നുകൊണ്ട് സിസ്റ്ററെ ഞാൻ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാവരും നോക്കുമ്പോൾ പേഷ്യന്റ് തിരിഞ്ഞ് കിടക്കുന്നത്. അപ്പം തിരിച്ചിട്ട് പതുക്കെ ഒന്ന് മലർന്ന് തന്നെത്താൻ തന്നെ കിടന്ന്, അത് കഴിഞ്ഞപ്പം കിടന്ന് ഒന്ന് അതിന്റെ അടുത്ത ദിവസം ആയപ്പോ പതുക്കെ പൊക്കി ഇരുത്തത് അവരെന്നെ ഉടനെ തന്നെ വിളിച്ചു. അന്നേരം പറഞ്ഞു ഒന്ന് എണീപ്പിച്ചിരുത്താൻ പറഞ്ഞു. അങ്ങനെ എണീപ്പിച്ചിരുത്തി കഴിഞ്ഞപ്പം ആ പേഷ്യന്റ് പതുക്കെ ആയി. എൻ്റെ അടുത്ത ദിവസം ഞാൻ മെഡിസിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, യാതൊരു കാരണവശാലും ഇനി റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത 5-ാമത്തെ ദിവസം പേഷ്യന്റ് പതുക്കെ കാല് തലത്ത് തൂക്കി. അതിൻ്റെ അടുത്ത ദിവസം ആയപ്പം സ്റ്റെപ്പ് വെച്ചു, പതുക്കെ പിടിച്ചൊക്കെ നടന്നു. 7 ദിവസം കൊണ്ട് ആ പേഷ്യന്റ് എണീച്ച് നടന്നു. അതും ഒരു വലിയ കേസായിരുന്നു. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തുവാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം ഹോമിയോപ്പതി മെഡിസിന്റെ ആക്ഷൻ ആണെന്ന് നമുക്കറിയാം. അതിൽ കൂടെ അതും ഒരു ഭയങ്കര വലിയൊരു കേസായിരുന്നു അവർക്ക്. ആ പേഷ്യന്റ് അവര് അന്ന് പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട്, ഇതുപോലെ വീഡിയോ കോളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതായിട്ട് അവർ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും പറയുമ്പോഴും എനിക്കതിന് എന്താ പറയാ, രോമാഞ്ചം വരുന്നത്. അതുപോലുള്ള ഒരു കേസസ് ആയിരുന്നു ഇത്. അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഇരുന്നുകൊണ്ടിരുന്ന സമയത്ത് വെളിയിലും പേഷ്യൻസ് വെയിറ്റ് ചെയ്ത സമയത്ത് ഒരാൾ പെട്ടെന്ന് ഒരു വടിയുമായിട്ട് ഓടി അകത്ത് കയറി വന്നു. ഞാൻ പേടിച്ചു, എല്ലാവരും പേടിച്ചു. നിന്നവരെല്ലാം എന്താണെന്ന് അറിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഓടിയെന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്റെ കാല് പിടിക്കാൻ വരുന്നത്. ഞാൻ ചോദിച്ചത് ആരെന്തോന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോഴാണ് പുറകിൽ മറ്റേ മിസ്സസ് കയറി വരുന്നത്. അവരെ കണ്ടപ്പോഴാണ് ഇത് ഡോക്ടറെ ഞങ്ങള് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് എങ്ങനെ വന്നതാ എന്നും പറഞ്ഞിട്ട് ആ പുള്ളി കയറി വന്നു. അപ്പോഴാണ് ആ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ
അങ്ങനെ വേറൊരു കേസ്. പിന്നെ ഇങ്ങനത്തെ ഒക്കെയുള്ള പല 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 കേസസും നമുക്ക് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവുകളുണ്ട്. ആ പേഷ്യന്റ് ഇപ്പോഴും ഇടയ്ക്ക് എന്നെ വിളിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. അയാൾ വീണ്ടും ലിബിയയിൽ പോയി അയാൾക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് നാട്ടിൽ വന്നു കഴിയുമ്പോൾ എന്നെ കാണാൻ വരാറുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് എപ്പോഴും ഇപ്പം വടിയൊക്കെ വിട്ടു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകും. അങ്ങനത്തെ 2 കേസ്. ഇനി അടുത്തത് പിന്നെ ഇങ്ങനെ ഏതാ കേസ്, ലാഡർ CA പറഞ്ഞു. പിന്നെ കുറച്ച് ടിപ്സ് പറയാം യൂറിനേഷന്റെ കാര്യത്തില്. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എങ്കിലും നമുക്ക് കുറച്ച് നമ്മുടെ ഈ കത്തീഡ്രൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറിനേഷൻ ഇൻവോളണ്ടറി ആവുന്നതിന് നമുക്ക് ഇൻവോളണ്ടറി ആണ് ഞാൻ പറയുന്നത്, യൂറിൻ പോകാത്തതല്ല. യൂറിനേഷൻ ഇൻവോളണ്ടറി ആഫ്റ്റർ കത്തീഡ്രൈസേഷൻ ആണെങ്കിൽ നമ്മളുടെ മാക്പോസ് നല്ല മെഡിസിൻ ആണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇൻവോളണ്ടറി യൂറിനേഷൻ കഴിഞ്ഞിട്ട് പിള്ളേർ ഉറക്ക എണീക്കുകയല്ല, മൂത്രത്തിൽ തന്നെ കിടന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്രിയോസോട്ട് 10 ml ഒരു ഡോസ് കൊടുത്താൽ മതി. പിന്നെ ഫസ്റ്റ് പാർട്ട് ഓഫ് നൈറ്റിലാണ് ഇത് യൂറിനേഷൻ വരുന്നതെങ്കിൽ കോസ്റ്റിക്കം സെപ്പിയ. നമ്മുടെ പിന്നെ എനിക്കൊരു കേസ്, ഈ കൊച്ചിന് ഒരു 4 വയസ്സായി കഴിഞ്ഞപ്പോൾ അതിനെ ഒരു അനിയത്തി കുട്ടി ഉണ്ടായി. അതോടുകൂടി ഈ കൊച്ചെന്നും കിടന്ന് ഉള്ളു. അത് പറഞ്ഞ് ആദ്യമൊന്നും ഞാനത് ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ടാ ഇതെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഞാനിപ്പം ഒക്കെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ല, ഇപ്പൊ വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 1 പ്രാവശ്യം അല്ല 2 പ്രാവശ്യം മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നേ. ഞാൻ ചോദിച്ചു എന്താ കാര്യം, ഒന്നുമില്ല ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ നമ്മൾ സാധാരണ കൊടുക്കുന്ന എല്ലാ മെഡിസിൻസും കൊടുത്തു, നമ്മുടെ കോസ്റ്റിക്കം കൊടുത്തു, പിന്നെ എക്യുസിറ്റം കൊടുത്തു, അതെല്ലാം കൊടുത്തെങ്കിലും അതിലൊന്നും നിന്നില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ തിരക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഒരു ദിവസം ഈ ഇളയ കുഞ്ഞുമായിട്ട് വന്നു. ഇളയ കുഞ്ഞുമായിട്ട് അതിനെ കാണിക്കാൻ വന്നപ്പോഴാണ് ഈ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അനിയത്തിയോട്, ആ ഞാൻ കൊച്ചുവാവകളായ കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും കുഞ്ഞുവാവ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുക. എന്ന് വെച്ചാൽ അപ്പൊ നമുക്കറിയാൻ പറ്റും ഈ പിള്ളേർക്ക് ഇതുങ്ങളോട് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ അതോ സിബ്ലിംഗ് സിൻഡ്രോം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അങ്ങനെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചോദിച്ചു, ഈ കുഞ്ഞുവാവ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, അല്ല അവൻ പറഞ്ഞു തരാം തരാം എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു ഇയാൾക്ക് വലിയ ദേഷ്യമാണോ? സ്നേഹമുണ്ട്, പക്ഷേ ഇഷ്ടമില്ല. ഞങ്ങളൊന്നും എടുക്കുന്നതിനകത്ത് വലിയ താല്പര്യമില്ല, എപ്പോഴും അവളെ തന്നെ ഇതാകണം എന്നൊക്കെ ഉള്ള ഒരിതാണ്. അപ്പം ഇപ്പൊ എന്നോട് സ്നേഹമില്ലെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇച്ചിരി സിബ്ലിംഗ് സിൻഡ്രോം ഉണ്ടെന്ന്. അങ്ങനെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് പിന്നെ കാൽക്കേറിയ സൾഫാണ്. അപ്പൊ ഞാൻ കാൽക്കേറിയ സൾഫ് കൊടുത്ത കുട്ടിക്ക് അതോടുകൂടി ആ പ്രശ്നം അങ്ങ് മാറി. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പേടിയൊക്കെ കൊണ്ടുവരാൻ നമുക്കറിയാവുന്നതല്ലേ, യൂറിനേഷൻ ഇൻവോളണ്ടറി യൂറിനേഷൻ വിത്ത് ഫിയർ വരുവാണെങ്കിൽ നമുക്ക് കണക്ട് കൊടുത്താൽ മതി. അതുപോലെ എനിക്കൊരു കേസ് ഉണ്ട്. പിന്നെ എൻ്റെ പിന്നെ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ട് മൂത്രം ഒഴിക്കുന്നില്ല. ഭയങ്കരമായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് മൂത്രം ഒഴിക്കാതെ വൈകുന്നേരം വരെ ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ കുട്ടി മൂത്രം ഒഴിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിക്കൊണ്ട് നേരെ ഇവൻ കരയാനും തുടങ്ങി, മൂത്രം മുട്ടിയിട്ട് വയ്യാന്ന് പറഞ്ഞ്. അങ്ങനെ അവര് ഇവിടെ കിംസിലൊക്കെ കൊണ്ടുപോയി എല്ലാം ചെക്ക് ചെയ്തു. അപ്പൊ പിന്നെ യൂറോളജിസ്റ്റ് കണ്ട്, നെഫ്രോളജിസ്റ്റ് കണ്ട്, എല്ലാരും കണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കൊച്ചു മൂത്രം ഒഴിക്കുന്നില്ല, മരുന്നൊക്കെ കൊടുത്ത് ഇതായിട്ട് അവസാനം ഞാന് ഒറ്റ കാര്യം ചെയ്ത് ഞാൻ വിളിച്ചവർക്ക് ചോദിച്ചു, മോനെ എന്ത് പറ്റിയതാ നിനക്കെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ് ടീച്ചർ വഴക്ക് പറഞ്ഞിരുന്നു സ്കൂളില്. വേറൊരു കുട്ടിയുടെ പിന്നെ കുട്ടികൾ എന്താ കുറ്റം ചെയ്തതിന് ഇവനെയും കൂടെ ചേർത്ത് വഴക്ക് പറഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ ഉള്ള ഒരു പറഞ്ഞിട്ട് വലിയ വിഷമമായിപ്പോയി. ഞാൻ അവരുടെ അടുത്ത് അപ്പൊ ഈ
രാത്രി ഏതാണ്ട് 8:30-9 മണിയായി. അപ്പം സ്കൂളിൽ നിന്ന് വന്ന ആ സമയം തൊട്ട് കുട്ടിയൊക്കെ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരൊരു പടയ്ക്കുണ്ട് ആളുകൾ വന്നത്, എല്ലാരും കൂടെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതാ. അവിടെ വെച്ചെങ്ങാണ്ട് തന്നെ പറഞ്ഞു, ഹോമിയോഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ വന്നതാ. ഞാൻ ഒരു 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 ഡോസ് ഇഗ്നേഷ്യ കുട്ടിക്ക് കൊടുത്തത്. ഇഗ്നേഷ്യ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ അവിടെ നിന്ന് പോയി ഇച്ചിരി നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പോയി മൂത്രമൊഴിച്ച്. അപ്പോഴത്തേക്ക് അവർക്കെല്ലാം ഭയങ്കര അതിശയം, ഇത് എങ്ങനെ പറ്റി ഡോക്ടർ, എന്താണ്? ഞാൻ പറഞ്ഞു, അവന്റെ മനസ്സിലൊരു മാനഹാനി വന്നതിന്റെ പേരിൽ പറ്റിയതാണ്. അപ്പൊ അവന് ഒരു വലിയ വിഷമം വന്നുപോയി, ആ വിഷമത്തിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല മിടുക്കനായിട്ട് പോയി. അവർക്കൊക്കെ അതൊരു അതിശയമായിരുന്നു. മൊബൈൽ ഇങ്ങനെയാണോ മരുന്ന് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് മരുന്ന് കൊടുക്കുന്നത്, അല്ല ന്യൂറോളജി നെഫ്രോളജി ഒന്നും നോക്കിയിട്ടൊരു കാര്യമില്ല, കൊച്ചിന്റെ മനസ്സിന്റെ ആഘാതത്തിൽ നിന്ന് പറ്റിയതാണ്. അതിൽ നിന്ന് അതുകൊണ്ട് അതങ്ങ് മാറി. അങ്ങനെ ഒരു കേസ്. പിന്നെ നമ്മള് രാത്രിയിലെ പിന്നെ ഇതോടെ വേർട്രബിളൊക്കെ കൊണ്ടുവരുവാണെങ്കിലേ പിന്നെ സോക്സിന കൊടുക്കുന്ന അറിയാലോ, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഈ വേറൊരു കേസ്, പിന്നെ അത് ഒരു ലേഡി, ഞാനേ സോറി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തപ്പുന്നത്, ഒന്നും എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയില്ല. എനിക്ക് ഇടയ്ക്ക് കുടുംബത്തിലൊരു മരണമൊക്കെ വന്നിട്ട് അങ്ങോട്ടൊക്കെ പോകേണ്ടിയൊക്കെ വന്നുകൊണ്ട് എനിക്കൊന്ന് ഇതൊന്ന് ക്രോഡീകരിക്കാൻ പറ്റിയില്ല. അവിടെ ഇവിടെ കിടക്കുന്നതൊക്കെ തപ്പിയെടുത്ത് പറയുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ ഒരു കേസ്, ഒരു ലേഡിയാണ്, ഒരു 10-34 വയസ്സ് ഉള്ള